ഗ്ലോബൽ കേരള പ്രവാസി വെൽഫെയർ അസോസിയേഷൻ എന്ന സംഘടന രൂപീകരിച്ച് 2017 മുതൽ പ്രവാസികളിൽ നിന്നും പണപ്പിരിവ് നടത്തിയെന്നാണ് തട്ടിപ്പിനിരയായവരുടെ പരാതി. ഗൾഫിൽ നിന്നും തിരിച്ചു പോകുമ്പോൾ സുരക്ഷിതമായ ഭാവിയും പുനരധിവാസവുമായിരുന്നു വാഗ്ദാനം. പ്രവാസികളിൽ നിന്ന് പിരിച്ച 3,40 ലക്ഷം രൂപ മാത്രം മുടക്കി സംഘടനയുടെ സെക്രട്ടറി കണ്ണൂർ കിൻഫ്ര പാർക്കിൽ നിഫ്കോ എന്ന പേരിൽ ഭക്ഷ്യസ്ഥാപനം തുടങ്ങി. ലാഭത്തിലുള്ള സ്ഥാപനം നഷ്ടത്തിലാണെന്ന് കാട്ടി നിക്ഷേപകരെ വീണ്ടും പറ്റിക്കുകയാണെന്നും കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അടക്കമുള്ളവർക്ക് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. ഈ കമ്പനി കാണിച്ചുകൊണ്ട് കമ്പനിയുടെ ഈ പ്രോഫിറ്റ് ഉള്ള റിപ്പോർട്ട് ഞങ്ങൾക്ക് കാണിക്കുന്നില്ല എന്നുള്ളൂ. പക്ഷേ ഈ പ്രോഫിറ്റ് ഉള്ള റിപ്പോർട്ട് കാണിച്ചുകൊണ്ട് ഇപ്പോഴും പല ആളുകളിൽ നിന്നും കമ്പനി ഈ MD നിസാമുദ്ദീൻ്റെതാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം 45 ലക്ഷവും 25 ലക്ഷവും 10 ലക്ഷവും ഒക്കെ പലരും ഇപ്പോഴും വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. അപ്പോൾ ഇതിന് അറുതി വരുത്താനാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഞങ്ങളെ ക്യാഷ് എന്തായാലും പോയി. മകളുടെ വിവാഹത്തിന് കരുതി വെച്ച പണം പോലും നഷ്ടപ്പെട്ടവർ തട്ടിപ്പിനിരയായവരിലുണ്ട്. ഇപ്പം ഞാൻ 2017 2.5 ലക്ഷം രൂപയാണ് ഇതിൽ നിക്ഷേപിക്കുന്നത്. മകളുടെ കല്യാണ ആവശ്യത്തിന് വേണ്ടിയിട്ട് സ്വർണം വാങ്ങാൻ വേണ്ടിയിട്ടൊക്കെ വെച്ച പൈസയായിരുന്നു. എന്നോട് പറഞ്ഞിരിക്കുന്നത് ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പിൻവലിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തത്. ആ ഒരു ഉറപ്പിൽ അങ്ങനെ പറഞ്ഞത് കാരണമാണ് ഞാൻ അതിലൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്തത്. സംസ്ഥാന റെസ്ലിംഗ് അസോസിയേഷൻ ഭാരവാഹി കൂടിയായ കണ്ണൂർ സ്വദേശി നിസാമുദ്ദീനെതിരെയാണ് ഇവർ പരാതി നൽകിയിട്ടുള്ളത്. കമ്പനി നഷ്ടത്തിലാണെന്ന് വരുത്തി തീർക്കാൻ പല വിധത്തിലുള്ള തട്ടിപ്പുകൾ നടത്തിയതായി പരാതിയിൽ പറയുന്നു. പണം ചോദിക്കുന്നവരെ ഭീഷണിപ്പെടുത്തുകയാണെന്നും പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, ദുബായ്.